ശുഭപ്രതീക്ഷ 100% അപ്പോൾ ഇന്നാണ് ഇന്റർവ്യൂ. സെറ്റല്ലേ, ഇതാണ് ഇടണത്. ലുക്കിയുടെ കാര്യം കേട്ടോ, ആരെ ചോദ്യം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം, എന്നാലേ പാസ്സാവുള്ളൂ. നോക്കാം പാസ്സാവില്ലേന്ന്. ഒരു വാച്ചിന്റെ കുറവുണ്ട്. അല്ല നമുക്ക് ഏട്ടൻ വാച്ച് എടുക്കാം. അങ്ങനെ വലിയ പോയി ഏട്ടൻ ഉറങ്ങിയെടുക്കുന്ന സമയത്ത് ഏട്ടൻ വാച്ച് എടുത്ത്. എന്താ ചെയ്യുക, നമ്മൾക്ക് വാച്ചൊന്നും ഇല്ലല്ലോ, ഏട്ടൻ വാച്ച് എടുക്കുക. ആണ്ടേ സെറ്റല്ലേ, ഇവിടെ കയറി വാച്ചൊക്കെ വെച്ചപ്പോൾ സെറ്റ്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് കയറി പോകാം. ഇൻ്റർവ്യൂക്ക് അല്ലേ ചെരുപ്പിട്ട് വാങ്ങിച്ചൂലല്ലോ, അപ്പോൾ ഒന്ന് നോക്കിയല്ലോ ഷൂവും കൂടെ വാങ്ങി. പൈസ പോട്ടെ, പവർ തരട്ടെ. ഇനിയിപ്പോൾ വെറുതെ കോസ്റ്റ്യൂം റെഡി ആയില്ലാണ്ട് മാർക്ക് ഓർക്കേണ്ട. എന്താ ചെയ്യുക, ആ ക്ലാസ്സിലെത്തി കൊണ്ട് ഒക്കെ ഭയങ്കര സീരിയസ്. എന്താ ചെയ്യുക, ഇൻ്റർവ്യൂവിൻ്റെ ഓരോ കാര്യങ്ങളേ തലക്ക് പിടിച്ചൊക്കെ ഭ്രാന്തായിന്. പിന്നെ ഗ്രൂപ്പായിരുന്ന് പഠിക്കലായി, ചർച്ച ചെയ്യലായി, എന്തൊക്കെയോ ആയി കണ്ടോ. അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അതാ പെൺകുട്ടികളൊക്കെ എല്ലാവരും ഫോർമൽ ഇട്ട് വന്നിട്ടുണ്ട്. എന്താ ചെയ്യാ, ഇന്റർവ്യൂവിന്റെ ഓരോ നിയമങ്ങളെ. ഇതെന്താണ് യൂണിഫോമാ? പേടിയുണ്ട്, എന്താ സംഭവിക്കുന്ന ഐഡിയ ഇല്ല. അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങാൻ സമയമായി കേട്ടോ. കൂടെ കൂടെ നടക്കുന്നുണ്ട്, കുറേ കുതിന്ന് പഠിക്കുന്നുണ്ട്, സാറോട് സംശയം ചോദിക്കുന്നുണ്ട്. ആകെ മൊത്തം ടെൻഷനാപ്പോൾ. അങ്ങനെ എൻ്റെ സമയം എത്തി. എന്താ പറയാൻ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കോൺഫറൻസിൽ ഉണ്ടെങ്കിലും വീഡിയോ എടുക്കണേ, എന്താ സംഭവിക്കാൻ പോകുന്നൊരു ഐഡിയ ഇല്ലേക്ക്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പാസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്, ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ എല്ലാം കൂടെ എൻ്റെ പൊതിയാണ്. എന്താ ചോദിച്ചത്, ചോദ്യം എങ്ങനെയാണ് ചോദിച്ചിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒക്കെ ഓരോ മുക്ക് പോയി വെറും ചർച്ച നടത്തണം, എങ്ങനെ ഉത്തരം പറയേണ്ടതായിട്ട്. എന്താവുമോ. ഇതാ ഷാമിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്ത് വരുന്നുണ്ട്. എന്താ പറയാൻ നോക്കാം. ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്താ അഭിപ്രായം, പാസ്സാവോ? ശുഭപ്രതീക്ഷ 100% പാസ്സാവോ അജോതെ? ഡബിൾ പാസ് എന്നൊക്കെ പറയണേ, പക്ഷെ അറിയില്ല. നല്ല ടഫുണ്ടായിരുന്നു, എനിക്ക് നല്ല ടഫായിരുന്നു. ഇന്റർവ്യൂവിന്റെ ക്ഷീണം, ചായ കുടിച്ച് തീർക്കുന്നു, തിന്ന് തീർക്കാം. അങ്ങനെ വേറെ വൈകില്ല, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തിന്നുക. അങ്ങനെ ഇന്റർവ്യൂവിന്റെ ക്ഷീണം തിന്നിട്ട് തീർത്തു. അപ്പോൾ ഇന്ന് നോക്കാം, അപ്പോൾ നാളെ കാണാം.